കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ ഷപ്നയുടെ ആത്മഹത്യയിൽ ഭർത്തൃമാതാവ് നബീസ പിടിയിൽ. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ ഒളിവിലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഷപ്നയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ഇവരെ എവിടെ നിന്നാണ് പിടികൂടിയത്? പ്രവിത, ഷബന ആത്മഹത്യ ചെയ്തതിന് പിറകെ വലിയ രീതിയിലുള്ള ആരോപണവുമായിക്കൊണ്ട് ഷബനയുടെ കുടുംബം രംഗത്ത് വന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന്, അതായത് ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളും ഉണ്ടായിരുന്നു എന്ന് കാണിച്ചുകൊണ്ടായിരുന്നു ഇവർ രംഗത്തെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. പോലീസിൻ്റെ അന്വേഷണത്തിലാണ് അവിടെ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നത്. ഹബീബിൻ്റെ മാതാവിൻ്റെ സഹോദരൻ ഷബിനയെ ക്രൂരമായി മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. കൂടാതെയാണ് ഇവരുടെ മകൾ 10 വയസ്സുകാരിയായിട്ടുള്ള മകൾ പോലീസിന് മൊഴി നൽകുകയും ചെയ്തത്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഹനീഫയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ 3 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. 3 പേരെ പ്രതി ചേർത്തോടുകൂടെ അവർ ഒളിവിൽ പോയി. ഹബീബിൻ്റെ മാതാപിതാക്കൾ ഒപ്പം തന്നെ സഹോദരിയും, ഈ 3 പേരാണ് ഒളിവിൽ പോയിരുന്നത്. ഇങ്ങനെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇപ്പോൾ ഹബീബിൻ്റെ മാതാവ് നബീസയെ പോലീസ് കസ്റ്റഡി എടുത്തിരിക്കുന്നത്. കോഴിക്കോട്ടെ ഒരു ലോഡ്ജിൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു. ഇതിനിടയിലാണ് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിക്കൊണ്ട് ഇവരെ കസ്റ്റഡി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവരെ വിശദമായിക്കൊണ്ട് ചോദ്യം ചെയ്തു വരികയാണ്. ഇതോടൊപ്പം തന്നെ ഇവരുടെ ഭർത്താവായിട്ടുള്ള മുഹമ്മദ് ഹാജിയും ഇവരുടെ പോലീസിൻ്റെ പരിധിയിൽ തന്നെ ഉണ്ട്. അദ്ദേഹം ഒരു നിത്യരോഗിയാണ്, ഡയാലിസിസ് നടത്തുന്ന രോഗിയാണ്. അതുകൊണ്ട് ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടില്ല. ആവശ്യമെങ്കിൽ അദ്ദേഹത്തെ കൂടെ കസ്റ്റഡി എടുക്കും. ഒപ്പം തന്നെ ഇവർ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇവരുടെ മകൾ അഫ്സത്ത് അവരെ കൂടെ ഇനി പോലീസിൻ്റെ പിടിയിലാകാനുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹബീബിനെതിരെ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവർ ഹബീബിനെ ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന് വനിതാ കമ്മീഷൻ കണ്ടെത്തുകയും ഹബീബിനെതിരെ കേസെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാസിയായ വ്യക്തി ഇപ്പോൾ നാട്ടിലുണ്ട്. ഈ വ്യക്തിയുടെ അറസ്റ്റ് കൂടി ഈ വ്യക്തിയെ കൂടി പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. ഏതായാലും നബീസ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വൈകാതെ തന്നെ ഇവരുടെ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് വടകര ഡിവൈഎസ്പി അറിയിക്കുന്നത്. പ്രവിത, ഓർക്കാട്ടേരിയിൽ ആത്മഹത്യ ചെയ്ത ഷപ്നയുടെ ഭർത്തൃമാതാവ് പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. വിവരങ്ങളാണ് സമീർ സി മുഹമ്മദ് നൽകിയത്.